എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാർട്ട് 1-ൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരുപാട് ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പല ടോപ്പിക്കുകളും +1-ൽ നാം മനസ്സിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ്. +1-ൽ പഠിക്കുന്ന 3 ചാപ്റ്റേഴ്സ് സ്ട്രെയിറ്റ് ലൈൻസ്, അതുപോലെ കോണിക് സെക്ഷൻസ്, സിമിലർലി ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്നുള്ള 3 ചാപ്റ്റേഴ്സും ബേസ് ചെയ്യുന്നത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച കോർഡിനേറ്റ് ജോമെട്രിയുടെ കോൺസെപ്റ്റുകളെയാണ്. അതായത് നിങ്ങളുടെ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു XY കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സും Y ആക്സും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിനെ സാധാരണ നാം വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിന്. അതിലുള്ള ഓരോ പോയിന്റിനെയും നിങ്ങൾക്ക് x, y എന്നുള്ള ഓർഡേർഡ് പെയർ വെച്ചിട്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ, X കോർഡിനേറ്റ് 3-ഉം Y കോർഡിനേറ്റ് 4-ഉമായ ഒരു പോയിന്റിനെ ഓർഡേർഡ് പെയർ 3, 4 എന്നാണ് സാധാരണ നാം റെപ്രസെൻ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കുന്ന ആ പ്ലെയിനിനെ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് പൊതുവേ പറയാറ്. എങ്കിലും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതായത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം തുടങ്ങിയ ഒരുപാട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും സാധാരണ നാം ഉപയോഗിക്കാറ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ആ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 ബിക്കം √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതുപോലെ ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നോട്ടാണ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ മീൻസ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് x, y ഫ്രം ഒറിജിൻ. ഇത് ഡിസ്റ്റൻസ് ഫോർമുല തന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് 0, പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x, y. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഈസ് ഈക്വൽ ടു √x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ ബിക്കം √x² + y². ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിസ്റ്റൻസ് ഫോർമുലയിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാൻ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്തു, 1, 2 ആൻഡ് 6, 14. ഈ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് d is equal to √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്നാണ് ഫോർമുല. അതായത് ഇവിടെ x1 y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, x2 y2 എന്ന് പറഞ്ഞാൽ 6, 14. ദാറ്റ് ഈസ് x2 - x1 ഹോൾ സ്ക്വയർ ബിക്കം 6 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 14 - 2 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ √6 - 1 become 5, that is 5² plus 12². √5² become 25 and 12² is 144, that is 25 plus 144 become 169. √169 is equal to 13. സാധാരണ √169 സാധാരണ നാം പറയാറ് +or -13 എന്നാണ്. ബട്ട് ഡിസ്റ്റൻസ് കനോട്ട് ബി നെഗറ്റീവ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് d is equal to +13 മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു എക്സാമ്പിൾ 2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3, 4 എന്നുള്ള പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ കാണണം. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ പോയിന്റ് 3, 4 ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ കാണാനുള്ള ഫോർമുല √x² + y² ആണ്. ഇവിടെ x-ന് പകരം 3 ആണ്, y-ക്ക് പകരം 4 ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ബിക്കം √3² + 4². ദാറ്റ് ഈസ് √9 + 16 which is equal to √25 is equal to 5. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചത്. ഇനി ഇതിൽ ഒരുപാട് ഫോർമുലാസ്, അതായത് ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് 4 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് these 4 points are vertices of a parallelogram എന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ vertices of a rectangle എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ വെർട്ടീസസ് ഓഫ് എ റോംബസ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ
ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഒരു പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും. നേരെ മറിച്ച് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ പാരലോഗ്രാംസും, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാം തന്നെയാണ്. അതായത് പാരലോഗ്രാംസിൻ്റെ എല്ലാ കണ്ടീഷൻസും റെക്റ്റാങ്കിൾ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആകണം, അതുപോലെ അതിൻ്റെ ഡയഗണൽസും ഈക്വൽ ആയാൽ മാത്രമേ അതിനെ റെക്റ്റാങ്കിൾസ് എന്ന് വിളിക്കുള്ളൂ. ഇതുപോലെ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം തന്നെയാണ് റോംബസ്. ആ റോംബസിന്റെ ഒരു പാരലോഗ്രാമിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയാൽ അത്തരം പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് റോംബസ്. ഇനി അതൊരു സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സൈഡുകളും ഈക്വലും ആകണം, അതിന്റെ ഡയഗണൽസും ഈക്വൽ ആകണം. അത്തരം പാരലോഗ്രാംസിനെ പറയുന്ന പേരാണ് സ്ക്വയർ. തുടങ്ങി എല്ലാ ജോമെട്രിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിവുള്ളതാണ്. ആ ഒരു അറിവ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ഫോർമുല ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈഡുകളുടെ ലെങ്ത് കണ്ടെത്താം. ആ സൈഡുകളുടെ ലെങ്ത്, ഓപ്പോസിറ്റ് സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് പാരലോഗ്രാം എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ ഡയഗണൽസും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ എന്ന് വിളിക്കാം. ഇനി എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡയഗണൽസ് ഈക്വൽ അല്ലെങ്കിൽ, ഡയഗണൽസ് ഈക്വൽ ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററൽസിനെ നിങ്ങൾക്ക് റോംബസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി എല്ലാ സൈഡുകളും ഈക്വൽ ആണ്, അതുപോലെ അതിൻ്റെ ഡയഗണൽസും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം പാരലോഗ്രാംസിനെ സാധാരണ കൺസിഡർ ചെയ്യാറ് സ്ക്വയർ എന്നാണ് സാധാരണ വിളിക്കാറ്. അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു റെക്റ്റാങ്കിൾ ആണ്, അതൊരു റോംബസ് ആണ്, അതൊരു പാരലോഗ്രാമും ആണ്. ആ രീതിയിലുള്ള ജോമെട്രിക് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ, അതുപോലെ ട്രയാങ്കിൾസിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്കുണ്ട്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വലായ ട്രയാങ്കിൾസിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് സാധാരണ വിളിക്കാറ്. അതുപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ്. അതുപോലെ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഡിസ്റ്റൻസ് ഫോർമുലയും ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ്റെ ഫോർമുല ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡിസ്റ്റൻസ് ഫോർമുലയിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകുക. ഇനി നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച വേറൊരു ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെന്റിനെ ഞാൻ സെക്ഷൻ ആക്കുകയാണ് ഇൻ ദ റേഷ്യോ m/n. അതിൽ 2 ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്റേണൽ ഡിവിഷനും മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സ്റ്റേണൽ ഡിവിഷനും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഇന്റേണൽ ഡിവിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ax1y1 bx2y2 എന്ന 2 പോയിന്റ് ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ലൈൻ സെഗ്മെന്റിനെ ഈ px, y എന്നുള്ള പോയിന്റ് m/n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ്. അതായത് എ പിയുടെ ലെങ്ത്തും ബി പിയുടെ ലെങ്ത്തും അല്ല എമ്മും എന്നും, ആ എ പി ടു ബി പിയെ പറയുന്ന പേരാണ് m/n എന്നുണ്ടെങ്കിൽ ആ പിയുടെ കോർഡിനേറ്റ്സ് ആയ x, yയിലെ എക്സിനെ വിളിക്കുന്ന എക്സ് കാണാനുള്ള ഫോർമുല mx2 + nx1/m+n. സിമിലർലി y കാണാനുള്ള ഫോർമുല my2 + ny1/m+n. ഇതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ ഡിവിഷൻ. ഇനി ഇന്റേണൽ ഡിവിഷനിൽ നിങ്ങളൊരു നോട്ടായിട്ട് മനസ്സിലാക്കിയ കാര്യം മിഡ് പോയിന്റ് ഫോർമുലയാണ്. ആ മിഡ് പോയിന്റ് ഫോർമുലയെ കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്റേണൽ ഡിവിഷൻ ഫോർമുലയിൽ ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് നാം കൺസിഡർ ചെയ്യുന്നതാണ് മിഡ് പോയിന്റ് ഫോർമുല. അതായത് ax1y1 bx2y2 എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ px, y എന്നുള്ള പോയിന്റ് 1:1 മിഡ് പോയിന്റ് ആകണം എന്നുണ്ടെങ്കിൽ എ പിയും ബി പിയും ഈക്വൽ ആകണം. അതായത് എ പി ടു ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ 1:1 ആകും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ഫോർമുല എങ്ങനെയായിരിക്കും? x = നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് mx2 + nx1/m+n എന്നാണ് മനസ്സിലാക്കിയത്. അത് പ്രകാരം x = 1x2 + 1x1/1+1, ദാറ്റ് ഈസ് x1 + x2/2 എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി സിമിലർലി നിങ്ങൾ വൈൻ്റെ കോർഡിനേറ്റ്സും കണ്ടെത്തി കഴിഞ്ഞാൽ 1y2 + 1y1 + 1y1/1+1, ദാറ്റ് ഈസ് y1 + y2/2 എന്നായിരിക്കും അതിൻ്റെ y കോർഡിനേറ്റ്സ് വരിക. ഇനി ഇതിൽ നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കിയത് ഇന്റേണൽ ഡിവിഷൻ പോലെ തന്നെ അടുത്തതായിട്ട് മനസ്സിലാക്കിയതാണ് എക്സ്റ്റേണൽ ഡിവിഷൻ. എക്സ്റ്റേണൽ ഡിവിഷനിൽ പറയുന്നത് ഞാനൊരു ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു ലൈനിന്റെ ചെറിയൊരു സെഗ്മെന്റ് മാത്രമാണ് ഈ ലൈൻ എ ബി.
ശരിക്കും ഈ ലൈൻ എന്തുന്നുണ്ട്, ആ ബിയുടെ അപ്പുറത്തേക്കും പോകുന്നുണ്ട്, എയുടെ അപ്പുറത്തേക്കും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ പി എന്നുള്ള പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റിന്റെ ഉള്ളിലല്ല അതിന്റെ പുറത്താണ് ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഡിവിഷൻ. അതായത് ഈ പി എന്നുള്ള പോയിന്റ് എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ എക്സ്റ്റേണലി M:N റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അസ്യൂം ചെയ്യാം. അതായത് ഇവിടെ എ പി ഇസ് ടു ബി പി ആണ് M:N എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയത് mx2 മൈനസ് nx1 ബൈ m-n. സിമിലർലി y is equal to my2 മൈനസ് ny1 ബൈ m-n. ഈ സെക്ഷൻ ഫോർമുലയിൽ ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് A1-3 ആൻഡ് B62 ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. അതായത് ഇവിടെ പറയുന്ന കാര്യം എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റിന് ഇവിടെ എയുടെ കോർഡിനേറ്റ്സ് 1-3, ബിയുടെ കോർഡിനേറ്റ്സ് 62. ഈ കോർഡിനേറ്റ്സിനെ പി എന്നുള്ള പോയിന്റ് പി x,y, ആ പിയുടെ കോർഡിനേറ്റ്സ് എനിക്ക് അറിയാത്തത് കാരണം അതിന് ഞാൻ x,y എന്ന് കൊടുത്തു. ഈ പി എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ഈ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഈ എക്സിന്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുല x is equal to mx2 പ്ലസ് nx1 ബൈ m+n എന്ന് മനസ്സിലാക്കി. അതായത് ഇവിടെ എമ്മിന് പകരം 2ഉം എന്നിന് പകരം 3ഉം ആണ്. അതായത് 2 × 6 പ്ലസ് 3 × 1 ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3. അതായത് 2 × 6 become 12 പ്ലസ് 3 ബൈ 5, ദാറ്റ് ഈസ് 15/5. ആൻസർ become 3. സിമിലർലി നിങ്ങളുടെ y കോർഡിനേറ്റ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ yന്റെ കോർഡിനേറ്റ്സ് ഇവിടെ എന്തായിരിക്കും 2 × 2, അതായത് my2. നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? my2 പ്ലസ് ny1 ബൈ m+n എന്നാണ് ഫോർമുല. ദാറ്റ് ഈസ് m ഇൻറ്റു എന്ന് പറഞ്ഞാൽ 2 × 2 പ്ലസ് 3 × -3 all divided by 2 plus 3, that is 4 minus 9/5, അതായത് -5/5. ആൻസർ -1 ആ കിട്ടുക. അതായത് ഈ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും 3, -1 എന്നാണ് വരിക. ഇതാണ് പിയുടെ കോർഡിനേറ്റ്സ് 3, -1. ഈ രീതിയിലാണ് ഇന്റേണൽ ഡിവിഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. എക്സ്റ്റേണൽ ഡിവിഷൻ ഫോർമുലക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾ 2: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് A21 ആൻഡ് B76 എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 3:1. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ എക്സ്റ്റേണലി 3:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ് പറഞ്ഞത്. ആ തന്ന ക്വസ്റ്റ്യനെ ഞാനൊന്ന് ഫിഗർ രൂപത്തിലാക്കി കഴിഞ്ഞാൽ എ ബി, എൻ്റെ കോർഡിനേറ്റ്സ് 21, ബിൻ്റെ കോർഡിനേറ്റ്സ് 76. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു അത് ആ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലുള്ള ചെറിയൊരു കഷ്ണം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് Px,y എന്ന് ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 3:1 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തണം. അതായത് അതിൽ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന ഫോർമുല mx2 മൈനസ് nx1 ഓൾ ഡിവൈഡഡ് ബൈ m-n എന്നാണ്. ദാറ്റ് ഈസ് 3 × 7 മൈനസ് 1 × 2 ഓൾ ഡിവൈഡഡ് ബൈ 3 - 1, അതായത് 21 - 2/2 എന്ന് വരും.
that is x is equal to 21 minus 2 become 19 by 2. അപ്പോൾ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 19/2 ആണ്. ഇനി അടുത്തതായിട്ട് y കോർഡിനേറ്റ്സ് കണ്ടെത്തണം. y കോർഡിനേറ്റ് കണ്ടെത്താനുള്ള ഫോർമുല m/2 മൈനസ് n y1 ബൈ m മൈനസ് n എന്നാണ്. അതായത് ഇവിടുത്തെ m എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു 1 ബൈ 3 മൈനസ് 1, that is 3 into 6 become 18 minus 1 by 2, final answer become 17/2. അതായത് ആ പോയിന്റിൻ P എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? P എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x കോർഡിനേറ്റ് 19/2 and y കോർഡിനേറ്റ് become 17/2. അപ്പോൾ ഇതാണ് ഈ എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ എക്സ്റ്റേണലി 3:1 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. ഈ ഒരു കാര്യം മാത്രമാണ് എക്സ്റ്റേണൽ ഡിവിഷനിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രിയുടെ എലമെന്ററി ഐഡിയാസ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ട തേർഡ് ടോപ്പിക്കാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിലാക്കിയത്, ഒരു ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ അതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബിക്കം ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. പഠിക്കാൻ ഫോർമുല കുറച്ച് ലെങ്തി ആണെങ്കിലും പഠിക്കാൻ വളരെ സിമ്പിളാണ്. അതിലൊരു സിമ്മട്രി ഉണ്ട്. അതായത് ഒരു സൈക്കിൾ ഓർഡറിലാണ് ആ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നോക്ക് 1 2 3 2 3 1 3 1 2. ആ ഒരു സൈക്ലിക് ഓർഡർ അറിയുന്നുണ്ടെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഫോർമുല മനസ്സിലാക്കി വെക്കാൻ സാധിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ 4 4 3 മൈനസ് 2 മൈനസ് 3 16. അങ്ങനെയാണെങ്കിൽ ഇത് ഈ 3 വെർട്ടെക്സുകളായിട്ടുള്ള ഒരു ട്രയാങ്കിൾസിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഇവിടെ x1 y1 പകരം 4 4, x2 y2 പകരം 3 മൈനസ് 2, x3 y3 പകരം മൈനസ് 3 16. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിക്കം, നിങ്ങൾ പറഞ്ഞ ഓർഡറിൽ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 ഇൻറ്റു, അതായത് x1 പകരം ഇവിടെ 4 ആണ്, y2 മൈനസ് y3, y2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്, y3 എന്ന് പറഞ്ഞാൽ 16 ആണ്, ദാറ്റ് ഈസ് മൈനസ് 2 മൈനസ് 16 പ്ലസ് x2 ഇൻറ്റു ദാറ്റ് ഈസ് 3 ഇൻറ്റു y3 മൈനസ് y1 ദാറ്റ് ഈസ് 16 മൈനസ് 4 പ്ലസ് നെക്സ്റ്റ് x3 ഇൻറ്റു ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു y1 മൈനസ് y2 ദാറ്റ് ഈസ് 4 മൈനസ് മൈനസ് 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് മൈനസ് 2 ഇൻറ്റു മൈനസ് 16 ബിക്കം മൈനസ് 18, ദാറ്റ് ഈസ് 4 ഇൻറ്റു മൈനസ് 18 പ്ലസ് 3 ഇൻറ്റു 16 മൈനസ് 4 ബിക്കം 12 മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 2 ബിക്കം പ്ലസ് 2, ദാറ്റ് ഈസ് 4 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ (1/2) ഇൻറ്റു മോഡുലസ് ഓഫ് 4 ഇൻറ്റു മൈനസ് 18. 4 ഇൻറ്റു മൈനസ് 18 എന്ന് പറഞ്ഞാൽ അത് മൈനസ് 72 ആണ് വരിക. ഇതുപോലെ 3 ഇൻറ്റു 12 ബിക്കം 36 മൈനസ് 3 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 18. ഇതെല്ലാതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഇവിടെ 36 മൈനസ് 18 അത് 18 ആണ്. ഇനി ഇതുപോലെ മൈനസ് 72, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുക മൈനസ് 72 പ്ലസ് 18 ആണ്. മൈനസ് 72 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ എത്ര വരും? മൈനസ് 72 പ്ലസ് 20 ആണെങ്കിൽ എന്താ 60 to 50 മൈനസ് 52 ആണ് അല്ലേ. അപ്പോൾ പ്ലസ് 18 ആണെങ്കിലോ മൈനസ് 54 ആണ് വരിക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് മൈനസ് 54 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് മൈനസ് 54 എന്ന് പറഞ്ഞാൽ അത് 54 ആണല്ലോ. 1/2 ഇൻറ്റു 54 ബിക്കം
17. അതായത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിക്കം 17. പിന്നെ ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇതിൽ ഫോർത്ത് ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അവിടെ നിൽക്കട്ടെ, സാധാരണ കേസിൽ ഒരു സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. അതായത് ഒരു സെൻട്രോയിഡ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഫിസിക്സിൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് പറയാം. സാധാരണ രീതിയിൽ നിങ്ങൾ സെൻറ്റർ ഓഫ് മാസ് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ പോയിന്റ് വേർ മാസ് ഈസ് സപ്പോസ്ഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഞാൻ കൺസിഡർ ചെയ്തു. ഇങ്ങനെ ഒരു ഇറഗുലർ ബോഡി ഞാൻ നിങ്ങൾക്ക് തന്നു, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു പോയിന്റാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റാണ് അത് എന്നല്ല മീനിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മാർക്കറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക ഈ പോയിന്റ് ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ആ മാർക്കറിനെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അതായത് കറക്റ്റ് വീഴാതെ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ സാധിക്കും. അതിന് കാരണം എന്താണ്? അത് ആ ബോഡിയുടെ ഫുൾ മാസ് ആ പോയിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ മീനിങ്. അതിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്ത് ആ ബോഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലൂടെ ആ ബോഡിയെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് ബോഡിയുടെയും മാസ് സെയിം ആയിരിക്കും. ഇതിങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യണമെന്നില്ല, ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന രണ്ട് കഷ്ണമായിട്ട് അത് മാറും. ആ രണ്ട് കഷ്ണത്തിൻ്റെയും മാസ് സെയിം ആയിരിക്കും. ഇതാണ് നിങ്ങൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് സെൻട്രോയിഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദ പോയിന്റ് വേർ ഏരിയ ഈസ് സപ്പോസ്ഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയാം. അതായത് ഒരു ഇറഗുലർ ഷേപ്പുള്ളൊരു ബോഡി ഞാൻ എടുത്തു, അതിൻ്റെ സെൻട്രോയിഡ് ഇതാണെങ്കിൽ സെൻട്രോയിഡ് സാധാരണ ഡിനോട്ട് ചെയ്യൽ ക്യാപിറ്റൽ ജി വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ജി ആണ് ഇതിൻ്റെ സെൻട്രോയിഡ് എന്നുണ്ടെങ്കിൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലേ അത്. അതായത് ഇതിലൂടെ ഞാൻ ഈ ബോർഡിനെ ബോർഡിനെ ഞാൻ രണ്ട് ഈക്വൽ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ആ ബോർഡിനെ എങ്ങനെ നിങ്ങൾ രണ്ട് സെഗ്മെന്റ് ആക്കി കഴിഞ്ഞാലും ആ രണ്ട് സെഗ്മെന്റിന്റെയും ഏരിയ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ദ പോയിന്റ് വേർ ഏരിയ ഈസ് സപ്പോസ്ഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിനെ കുറിച്ചാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രോയിഡ് കാണണം. അതായത് ഏരിയ ഈ സപ്പോസ്ഡ് ടു ബി കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ആ പോയിന്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം, ഞാൻ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം, എങ്കിലും ജസ്റ്റ് ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറയാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അതായത് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ എയിലൂടെ പാസ് ചെയ്യുന്ന, അതേപോലെ ബിയിലൂടെ പാസ് ചെയ്യുന്ന, അതുപോലെ സിയിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻസ് വരയ്ക്കുക. ആ മീഡിയൻസിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് മീഡിയൻ എങ്ങനെ വരയ്ക്കുക? ഈ BC എന്നുള്ള ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് ഇതെന്ന് കരുത്. ഈ ഒരു പോയിന്റ് ആണ് BCയുടെ മിഡ് പോയിന്റ് എങ്കിൽ ഈ എയിലൂടെ പാസ് ചെയ്ത് ഈ BCയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കടന്നു പോകുന്ന ഈ സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേരാണ് മീഡിയൻ. മീഡിയൻ ത്രൂ എ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ B എന്നുള്ള പോയിന്റിലൂടെ ഉള്ള മീഡിയൻ എന്ന് പറയുമ്പോൾ മീഡിയൻ ത്രൂ B എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് AC യുടെ മിഡ് പോയിന്റും AC യുടെ മിഡ് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ AC യുടെ മിഡ് പോയിന്റിലൂടെയും ഈ B എന്നുള്ള വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് മീഡിയൻ ത്രൂ B. അതുപോലെ മീഡിയൻ ത്രൂ C എന്ന് പറഞ്ഞാൽ ഈ സിയിലൂടെ
സിയിലൂടെയും എ ബിയുടെ മിഡ് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഈ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിനെ പറയുന്ന പേരാണ് മീഡിയൻ ത്രൂ സി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 3 മീഡിയൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെയിം ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ജി. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു ഡാറ്റ, ഈ എ ഡി എന്നുള്ള ഈ ലൈൻ സെഗ്മെന്റിനെ ജി എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഇത് 2ഉം ഇത് 1ഉം ആയിരിക്കും. ആ റേഷ്യോയിലായിരിക്കും ഈ സെൻട്രോയിഡ് ആ മീഡിയനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഞാനിവിടെ കോർഡിനേറ്റ് ജോമെട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് x1 y1 x2 y2 ആൻഡ് x3 y3 ആണ് ഈ ട്രയാങ്കിൾസിൻ്റെ വെർട്ടീസസ് എന്നുണ്ടെങ്കിൽ ആ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങളോട് ഞാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് എങ്ങനെ കാണുക എന്നുള്ളതാണ് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം. കോർഡിനേറ്റ്സിൻ്റെ ഫോർമുല ഞാൻ നേരിട്ട് ആദ്യം പറയാം. അതായത് സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് x, y ആണെങ്കിൽ ആ x കാണാനുള്ള ഫോർമുല x1 + x2 + x3 /3 എന്നാണ്. ഇതുപോലെ y കാണാനുള്ള ഫോർമുല y1 + y2 + y3 /3 എന്നാണ്. ഇങ്ങനെയാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ കണ്ടെത്താൻ x1 + x2 + x3/3, സിമിലർലി y = y1 + y2 + y3/3. ഈ ഒരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയ ഇന്റേണൽ ഡിവിഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ബി സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്ത് ഈ ഡിയുടെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കണ്ടെത്താം. അതായത് കോർഡിനേറ്റ്സ് ബിക്കം x2 + x3/2, y2 + y3/2. അതാണ് ഡിയുടെ കോർഡിനേറ്റ്സ് വരിക. ഇനി ഡിയുടെ കോർഡിനേറ്റ്സ് അറിയാം, എയുടെ കോർഡിനേറ്റ്സ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ജിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണാം? ഈ എ ഡി എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് അല്ലേ ജി. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഡിവിഷൻ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് x1 + x2 + x3/3. സിമിലർലി y = y1 + y2 + y3/3. അതിൻ്റെ പ്രൂഫിലേക്ക് ഞാൻ കിടക്കുന്നതില്ല, അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയത്. സെൻട്രോയിഡിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ whose vertices are 2, 1, 5, 8 and 8, 2. അതായത് ഈ 3 വെർട്ടെക്സുകൾ ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് നിങ്ങളോട് കാണാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് x = x1 + x2 + x3 /3, which is equal to ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, that is 2, പ്ലസ് x2 എന്ന് പറഞ്ഞാൽ അത് 5 ആണ്, പ്ലസ് x3 എന്ന് പറഞ്ഞാൽ 8 ആണ്, /3, that is 2 + 5 7, 7 + 8 15, that is 15/3. ആൻസർ ബിക്കം 5 എന്ന് കിട്ടും. ഇതുപോലെ അതിൻ്റെ y കോർഡിനേറ്റ് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ y കോർഡിനേറ്റ് കാണൽ y1 + y2 + y3/3 എന്നുള്ളൊരു ഫോർമുലയാണ് ഉപയോഗിക്കുക. ഇവിടെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 y കോർഡിനേറ്റ്സ് 1, 8, 2 ആണ്, ദാറ്റ് ഈസ് 1 + 8 + 2/3 ചെയ്ത് കഴിഞ്ഞാൽ 11/3 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ബിക്കം 5, 11/3. ഇതിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങളാണ് കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ എലമെൻ്ററി ഐഡിയാസ് ആയിട്ട് കൺസിഡർ ചെയ്ത കാര്യം. ഇനി സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ +1 ചാപ്റ്ററിൻ്റെ പേര് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ +1 നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് നാം ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ടോപ്പിക്കിൽ, സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരുപാട് പോയിന്റുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈനിനെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രെയിറ്റ് ലൈന്. ആ സ്ട്രെയിറ്റ് ലൈനിൽ ബേസിക് ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇൻക്ലിനേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ്. ഇൻക്ലിനേഷനെ സാധാരണ ഡിനോട്ട് ചെയ്യല് തീറ്റ വെച്ചിട്ടാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ. ആ തീറ്റ വെച്ചിട്ടാണ് ഇൻക്ലിനേഷനെ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈന്
പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ഇൻക്ലിനേഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഉണ്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അത് നിങ്ങൾ +1 ആംഗിളിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മാറും. സാധാരണ രീതിയിൽ ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടെക്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് ആംഗിൾ. പക്ഷേ +1 കടക്കുന്ന സമയത്ത് അതിൽ റൊട്ടേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി വരും. അതായത് അതിനെ നിങ്ങൾ വെക്ടറായിട്ട് ചില സമയത്ത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന് ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഈ രീതിയിലാണ് ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്നാണ് പറയുക. ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇനി ഒരു ആംഗിൾ അത് ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അതായത് നമ്മുടെ ക്ലോക്കിലെ മിനിറ്റ്സ് ആൻഡും ഹവർ ഹാൻഡൊക്കെ കറങ്ങുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ അതിന് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളിനെ പറയുന്ന പേരാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ഇൻക്ലിനേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലൈന് ഇവിടെ നിൽക്കുന്ന ഇൻക്ലിനേഷൻ ഇതാണ്. നേരെ മറിച്ച് ലൈന് പാരലൽ ടു എക്സ് ആക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്താവും? 0 അല്ലേ ആവുക. ഇനി ആ ലൈന് 0യിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എണീറ്റ് വരികയാണ്. എണീറ്റ് വന്ന് വെർട്ടിക്കൽ ലൈൻ ആകുന്ന സമയത്ത് അതിന് 90 ഡിഗ്രി അല്ലേ ആംഗിൾ വരിക. ഇനി ആ ലൈന് തന്നെ അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് 120 ഡിഗ്രി, 170 ഡിഗ്രി, 180 ഡിഗ്രി ആകുന്ന സമയത്ത് ഒരു എൻഡ് 180 ഡിഗ്രി ആകുന്ന സമയത്ത് ഈ ലൈനിൻ്റെ മറ്റേ എൻഡ് 0 ഡിഗ്രി ആയിട്ടുണ്ടാവൂലേ? അങ്ങനെയാണെങ്കിൽ ആ ലൈനെ 180 ഡിഗ്രി എന്ന് പറയേണ്ട ആവശ്യമില്ല, 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ ലൈൻ ഇപ്പോൾ ആദ്യം 0 ഡിഗ്രി ഇങ്ങനെ വന്ന് കറങ്ങി 180 ഡിഗ്രി ആകുന്ന സമയത്ത് ഒരു എൻഡ് 180 ഡിഗ്രി ആകുന്ന സമയത്ത് ലൈനിൻ്റെ മറ്റേ എൻഡ് എന്താകും? 0 ഡിഗ്രി ആകും. അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി ആകുന്ന പൊസിഷനെ നിങ്ങൾ സാധാരണ ഇൻക്ലിനേഷൻ 0 എന്നാണ് കൺസിഡർ ചെയ്യുക. ഇനി ആ ലൈൻ തന്നെ 180 ഡിഗ്രി കഴിഞ്ഞിട്ട് 190 ഡിഗ്രി ആകുമ്പോൾ ഈ എൻഡ് 190 ഡിഗ്രി ആകുന്ന സമയത്ത് മറ്റേ എൻഡ് 10 ഡിഗ്രിയാണ് ആകുക. അതുകൊണ്ട് തന്നെ ഇൻക്ലിനേഷൻ ഒരിക്കലും 180 ഡിഗ്രിനേക്കാളും കൂടുതൽ ആകൂല. അതായത് 180 ഡിഗ്രിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഒരു എൻഡ് 190 ഡിഗ്രി ആകുന്ന സമയത്ത് മറ്റേ ഡിഗ്രി 10 ഡിഗ്രി ആകും. അതുകൊണ്ട് ഇൻക്ലിനേഷൻ സാധാരണ 0ൻ്റെയും 180 ഡിഗ്രിൻ്റെയും ഇടയിലുള്ള ഭാഗം മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻക്ലിനേഷൻ 0 ഡിഗ്രി ≤ θ <180 ഡിഗ്രി. അതായത് ഇൻക്ലിനേഷൻ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും ഇടയിലായിരിക്കും. 0 ഡിഗ്രി ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ 180 ഡിഗ്രി ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. കാരണം 180 ഡിഗ്രിയിൽ ഒരു എൻഡ് 180 ഡിഗ്രി ആകുന്ന സമയത്ത് മറ്റേ എൻഡ് എന്തായിട്ടുണ്ടാകും? 0 ഡിഗ്രി ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇൻക്ലിനേഷൻ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 180 ഡിഗ്രി. ഇത്രയും കാര്യം മാത്രമേ ഇൻക്ലിനേഷനിൽ ആകെ സ്ട്രെയിറ്റ് ലൈൻസിൽ മനസ്സിലാക്കാനുള്ളൂ. ഇനി ഈ ഇൻക്ലിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ലൈൻസിൽ മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ലോപ്പിനെ തന്നെ വേറൊരു പേരും വിളിക്കും, ഗ്രേഡിയന്റ് എന്നും പറയാറുണ്ട്. ഈ ഗ്രേഡിയന്റ് എന്നുള്ള വേർഡ് സാധാരണ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. അത് സ്ലോപ്പ് എന്നുള്ളതായ മീനിങ് തന്നെയാണ് ഗ്രേഡിയന്റിനുള്ളത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൺസിഡർ ചെയ്തു, ഇതാണ് സ്ട്രെയിറ്റ് ലൈന്. ഇതുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ തീറ്റയാണെങ്കിൽ ആ ഇൻക്ലിനേഷൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സ്ലോപ്പ്. അതായത് സ്ലോപ്പ് എത്രത്തോളം അതിന് ചെരിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടേമാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് = ടാൻ തീറ്റ എന്നാണ് സാധാരണ പറയുക. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ടാൻ തീറ്റയാണ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇൻക്ലിനേഷൻ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് ടാൻ തീറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ഇൻ കേസ് നിങ്ങളോട് പറഞ്ഞു ഒരു ലൈനിൽ 2 പോയിന്റ്സ് ഉണ്ട്, അതായത് ഇതുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ തീറ്റയാണ്, ആ ലൈനിൽ 2 പോയിന്റ്സ് ഉണ്ട്.
അതിലുള്ള ഒരു പോയിന്റ് x1 y1 അടുത്തൊരു പോയിന്റ് x2 y2 ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുലയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റും ഇൻക്ലൂഡഡ് ആയിട്ട് ഈ x1 y1 x2 y2 ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഹൈപ്പോട്ടന്യൂസ് ആകുന്ന രീതിയിൽ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിള് തീറ്റയാണെങ്കിൽ ഇതിന് പാരലായിട്ടുള്ള ഒരു സൈഡാണ് ഈ സൈഡ്. അതായത് ഇതിന് ഞാനൊരു പേര് കൊടുത്താൽ ഇതിന് എ എന്ന്, ഇതിന് ബി എന്ന്, ഇതിന് സി എന്ന് ഞാൻ പേര് കൊടുത്തു. ഈ എ സി എന്നുള്ള സൈഡ് ഈ എക്സ് ആക്സിന് പാരലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, രണ്ട് പാരൽ ലൈൻസ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ തന്നെ ആകൂലേ? അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. ഇനി നിങ്ങൾക്കറിയുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാർട്ടീഷ്യൻ പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒറിസോണ്ടൽ ലൈനിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് സെയിം ആവും. അതുപോലെ വെർട്ടിക്കൽ ലൈൻസിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആവും. അതായത് ഇവിടെ നിന്ന് ഈ x2 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് x2ലല്ലേ മീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് x2 ആയിരിക്കും. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇതിലേക്ക് വൈ ആക്സിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് y1ലാണ് മീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഈ ഹൊറിസോണ്ടൽ ലൈനിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും വൈ കോർഡിനേറ്റ് y1 ആവൂലേ? അതുകൊണ്ട് ഇതിന്റെ വൈ കോർഡിനേറ്റും y1 ആകും. അതുകൊണ്ട് സി കോർഡിനേറ്റ്സ് ഓഫ് സി ബിക്കം x2, y1. ഇനി നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ എയും സിയും. എനിക്ക് എ സിയുടെ ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് ഫോർമുല വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എയിൽ നിന്ന് സിയിലേക്ക്, എ എന്നുള്ള പോയിന്റ് സി എന്നുള്ള പോയിന്റിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. വൈ കോർഡിനേറ്റ് രണ്ടിനും സെയിം ആണ്. y1 തന്നെയാണ് രണ്ടിൻ്റെയും വൈ കോർഡിനേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയത് ആരാണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ സി എന്നുള്ള ലൈൻ സെഗ്മെന്റിന്റെ ആ എ സിയുടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിൽ ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എ സി ഈസ് ഇക്വൽ ടു x2 മൈനസ് x1 എന്ന് വരും. ഇതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്താൽ ഈ വെർട്ടിക്കൽ ലൈൻ ബി സിയുടെ ഡിസ്റ്റൻസ് എനിക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം വെർട്ടിക്കൽ ലൈൻസിൽ ആര് ചേഞ്ച് ചെയ്തിട്ടില്ല? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ബി സി എന്നുള്ള ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തത് വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ദാറ്റ് ഈസ് y2 മൈനസ് y1 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സി എന്നുള്ള ഡിസ്റ്റൻസ് x2 മൈനസ് x1, ബി സി എന്നുള്ള ഡിസ്റ്റൻസ് y2 മൈനസ് y1. പിന്നെ നിങ്ങൾക്ക് സ്ലോപ്പിന്റെ ഫോർമുല ടാൻ തീറ്റയാണെന്ന് അറിയാം. ടാൻ തീറ്റ കാണാനുള്ള ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ടാൻ തീറ്റയുടെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് y2 മൈനസ് y1 അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് x2 മൈനസ് x1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള അടുത്ത ഫോർമുലയാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ സ്ലോപ്പ് കാണാൻ മെയിനായിട്ട് രണ്ട് ഫോർമുലയാണ് പഠിക്കാനുള്ളത്. ഇൻക്ലിനേഷൻ ആണ് തരുന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ. ഇനി ആ ലൈനിലുള്ള രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ് തരുന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ സ്ലോപ്പിൽ പിന്നെ മെയിനായിട്ട് രണ്ട് നോട്ടുകൾ മനസ്സിലാക്കാനുണ്ട്. അതായത് രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈൻസിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ആദ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ലൈന് അത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഇൻക്ലിനേഷൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സുമായിട്ട്, ഇങ്ങനെയുള്ള ഒരു ലൈന് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 അല്ലേ ഉണ്ടാകുക? അതായത് ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ തീറ്റ, അതായത് ഇൻക്ലിനേഷൻ 0 ഡിഗ്രി ആണ് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമുല ടാൻ തീറ്റ അല്ലേ? അതായത് തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 0 ആണ്. ടാൻ തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും?
0 ആയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയേണ്ടതാണ്. അതായത് സ്ലോപ്പിനെ സാധാരണ ഡിനോട്ട് ചെയ്യൽ സ്മാൾ ലെറ്റർ എം വെച്ചിട്ടാണ് സാധാരണ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് 0 ദാറ്റ് ഈസ് എം ഈസിക്കൽ ടു എന്താണ് 0. ഇനി ഞാൻ ഒരു വെർട്ടിക്കൽ ലൈനാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താ? അത് എക്സാക്സുമായിട്ട് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. അത് എക്സാക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇൻക്ലിനേഷൻ ബിക്കം 90 ഡിഗ്രി. എടാ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ടാൻ തീറ്റ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ടാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ട്രിഗണോമെട്രിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ടാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ലൈൻസിൻ്റെ സ്ലോപ്പ് അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് വെർട്ടിക്കൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ y2 - y1 x2 - x1 ഒക്കെ അപ്ലൈ ചെയ്താൽ ആ x2 - x1 എക്സ് കോർഡിനേറ്റ് വെർട്ടിക്കൽ ലൈൻ ആകുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ എന്താവും? സെയിം ആവും. അപ്പോൾ x2 - x1 0 ആകും. ഡിനോമിനേറ്റർ 0 ആവുന്നൊരവസ്ഥ വരും. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ സ്ലോപ്പ് ബിക്കം നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഈ രണ്ട് കേസുകളാണ് ഇതിൽ നോട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് എക്സാമ്പിൾ ഈ സ്ലോപ്പിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഹൂസ് ഇൻക്ലിനേഷൻ ഈസ് 60 ഡിഗ്രി. ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണണം. ഇൻക്ലിനേഷൻ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ടാൻ തീറ്റ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ടാൻ 60 ഡിഗ്രിയാണ് സ്ലോപ്പ് വരിക. ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ √3 ആണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഈസിക്കൽ ടു √3. ഇനി ഇൻക്ലിനേഷൻ തരുന്നതിന് പകരം നിങ്ങൾക്ക് ആ ലൈനിലുള്ള രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1, 3 ആൻഡ് 5, 8 ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമുല സ്ലോപ്പ് ഈസിക്കൽ ടു y2 - y1 x2 - x1 എന്നാണ്. അതായത് ഇവിടെ x1 y1 1, 3 x2 y2 5, 8 ആണ്. ആ y2 - y1 ചെയ്താൽ 8 - 3 5 - 1 ദാറ്റ് ഈസ് 8 - 3 ബിക്കം 5/4 എന്നാണ് അതിൻ്റെ സ്ലോപ്പ് വരിക. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് സ്ലോപ്പ് കാണേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈനിലുള്ള രണ്ട് പോയിന്റ്സ് തരണം. റെഡി? ഈ രീതിയിലാണ് അതിൻ്റെ സ്ലോപ്പ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ ടോപ്പിക്ക് സ്ലോപ്പാണ്. അതിൻ്റെ സെക്കൻഡ് ടോപ്പിക്ക് ഒരു ലൈന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കാണുന്ന രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ അടുത്ത ടോപ്പിക്ക് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു യുണീക്ലി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ലേ കിട്ടാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു യുണീക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുള്ള കണ്ടീഷൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഞാൻ നിങ്ങളോട് ഒരു പോയിന്റ് ഞാൻ തന്നു, ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാനത് ഉദ്ഘാടനം ചെയ്താൽ ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഇതാണ്. ഇനി നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരച്ച ലൈനുകളാവൂല നിങ്ങൾ വരയ്ക്കുക, അതിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ഒരു പോയിന്റ് മാത്രം തന്നുകൊണ്ട് ഒരു യുണീക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാൻ സാധിക്കൂല. കാരണം ഒരു സിംഗിൾ പോയിന്റ് മാത്രം തന്നു കഴിഞ്ഞാൽ അതിലൂടെ ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് പോസിബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ 2 പോയിന്റ് തന്നു എന്ന് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ നിങ്ങളോട് ഞാൻ വരയ്ക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ തന്നെ വരച്ചു. ആ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ
എല്ലാവരും വരച്ചാലും ആര് തന്നെ വരച്ചാലും ഞാൻ വരച്ച അതേ സ്ട്രെയിറ്റ് ലൈൻസ് തന്നെ നിങ്ങൾക്കും വരയ്ക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാം, 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യുണീക്ക്ലി ഡിറ്റർമിൻഡ് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, if 2 points on the lines are given. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തന്നു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിവ് എന്നല്ലേ അർത്ഥം. അതായത് ഒരു ലൈൻ ഉണ്ട്, ഇതാണ് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു. ഈ സ്ലോപ്പ് എക്സാമ്പിൾ സ്ലോപ്പ് 1 ആണെന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്പ് √3 കിട്ടിയിരുന്നില്ലേ ഫസ്റ്റ് എക്സാമ്പിളിൽ? ആ സ്ലോപ്പ് √3 ആയിട്ടുള്ള ഒരു ലൈൻ നിങ്ങളോട് ഞാൻ വരക്കാൻ പറഞ്ഞാൽ ഒരാൾ സ്ലോപ്പ് √3 ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ വരച്ചു എന്നിരിക്കും. ഇനി ഇതിന് പാരലായ ഏത് ലൈൻ വരച്ചാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ലോപ്പ് സെയിം അല്ലേ? ഇതിൻ്റെ ചെരിവ് തന്നെയാണ് ഇതിന് പാരലായ വേറെ ലൈൻ ഉണ്ടാവുക, അതേ സ്ലോപ്പ് തന്നെയാണ് ഇതിന് പാരലായ വേറെ ലൈനിനും ഉണ്ടാവുക. അതുകൊണ്ട് സ്ലോപ്പ് മാത്രം തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൈൻ വരക്കാൻ സാധിക്കൂല. അപ്പം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ തന്ന കാര്യം എന്താണ്? സ്ലോപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നു. ജനറലി ഞാൻ പറയാണ് സ്ലോപ്പ് m തന്നിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ √3 തന്നു. √3 ഉള്ള ഒരുപാട് ലൈൻസ് വരക്കാം, കാരണം ഇതിന് പാരലായ എല്ലാ ലൈൻസിന്റെ സ്ലോപ്പ് എന്താണ്? √3 ആണ്. അപ്പോൾ യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൈൻ ഒരിക്കലും വരക്കാൻ കഴിയൂല, കാരണം സ്ലോപ്പ് √3 ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി മെനി സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാം. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു സ്ലോപ്പ് √3 ആകണം. അത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുകയും വേണം. ഈ 2 കണ്ടീഷനും ഒബേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 കണ്ടീഷനും ഒബേ ചെയ്യുന്ന ഒരൊറ്റ ലൈൻ മാത്രമേ നിങ്ങൾക്ക് വരക്കാൻ സാധിക്കുള്ളൂ. കാരണം സ്ലോപ്പ് ഇതിൻ്റെ ചെരിവ് തന്നെ ആകണം, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞാൽ ഈ 2 കണ്ടീഷൻ തന്നു കഴിഞ്ഞാലോ ഒരു യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൈൻ മാത്രമേ നിങ്ങൾക്ക് വരക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൈൻ വരക്കാനുള്ള 2 കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ, 2 points on the lines are given. Second condition, the slope of the line and a point on the line are given. ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഒരു യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് വരക്കാൻ സാധിക്കും. ഇനി ഇതിലുള്ള ആദ്യത്തെ കണ്ടീഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് കേസ്, 2 points on the line are given. ഇതാണ് യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എനിക്ക് കാണണം. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 1, 2 and 3, 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ജോമെട്രിക്കൽ സ്ട്രക്ചറിൻ്റെയും ഇക്വേഷൻ കാണണമെങ്കിൽ ആ ജോമെട്രിക്കൽ സ്ട്രക്ചറിൽ മാറാതെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ആയ ടേമിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ കാണേണ്ടത്. കാരണം എവിടെയും ആ ടേം മാറാൻ പാടില്ല. ഒരു ലൈനിൻ്റെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ മാറാതെ നിൽക്കുന്നത് അതിൻ്റെ സ്ലോപ്പാണ്, ചെരിവല്ലേ? അതായത് ഒരു ലൈന് ഞാനിവിടെ അങ്ങനെ നിൽക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് എക്സാമ്പിൾ ഇതിൻ്റെ സ്ലോപ്പ് √3 ആണെങ്കിൽ ഈ ലൈൻ ഒരുപാട് ദൂരം പോയിട്ട് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് ആ ലൈനിൻ്റെ സ്ലോപ്പ് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അതും √3 തന്നെ ആയിരിക്കും. വീണ്ടും ഒരുപാട് ദൂരം പോയിട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പും തന്നെ √3 തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ഒരു ലൈനിൻ്റെ ഏത് പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ലൈനിൻ്റെ കേസിൽ മാറാതെ നിൽക്കുന്ന ടേം സ്ലോപ്പാണ്. അതുകൊണ്ട് ഒരു ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ കാണൽ അതിൻ്റെ സ്ലോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് കണ്ടു. 2 പോയിന്റ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണുക? y2 - y1 / x2 - x1 അല്ലേ നിങ്ങൾ ഫോർമുല പഠിച്ചത്? y2 - y1 / x2 - x1. ഇവിടെ y2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ അത് 3 - 1 എന്ന് വരും. ദാറ്റ് ഈസ് 5 - 2 എന്ന് പറഞ്ഞാൽ അത് 3/2. അതുകൊണ്ട് ആ ലൈനിൻ്റെ സ്ലോപ്പ് 3/2 ആണ്. ഇനി ഈ ലൈനിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവൂലേ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലൈനിൽ സ്ലോപ്പ് എന്ത് ചെയ്യൂല? മാറൂല.
അതുകൊണ്ട് ഈ ലൈനിലുള്ള ഈ രണ്ട് പോയിന്റ്സ് മാത്രമല്ല, ഈ ലൈനിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് തമ്മിൽ സ്ലോപ്പ് കണ്ടാലും, അതായത് ഏത് രണ്ട് പോയിന്റ്സ് തമ്മിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അപ്ലൈ ചെയ്താലും ഇനി നിങ്ങൾക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ? 3/2 എന്നുള്ള ഒരു ആൻസറെ നിങ്ങൾക്ക് ലഭിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഈ ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഒരു ജനറൽ പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്തു, x, y. അങ്ങനെയാണെങ്കിൽ ഈ 1, 2 എന്നുള്ള പോയിന്റും x, y എന്നുള്ള പോയിന്റും തമ്മിൽ ഞാൻ ആ സ്ലോപ്പിൻ്റെ ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അപ്ലൈ ചെയ്താലും ആൻസർ 3/2 അല്ലേ കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ സ്ലോപ്പിന് പകരം ഞാൻ ഇവിടെ ഏത് അപ്ലൈ ചെയ്തു? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ രണ്ട് പോയിന്റിൽ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക y മൈനസ് 2 ബൈ x മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 ആകണം. ഇനി ഇവരെ ഞാൻ അപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ y2 പുറത്തേക്ക് വരുന്ന സമയത്ത് ഇൻറ്റു 2 ആകും. ദാറ്റ് ഈസ് 2 ഇൻറ്റു y മൈനസ് 2 ഇസിക്കൽ ടു 3 ഇൻറ്റു x മൈനസ് 1 എന്ന് വരും. ഈ 2നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 2y മൈനസ് 4 ഇസിക്കൽ ടു, ഇതുപോലെ 3നെ ഞാൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3x മൈനസ് 3 എന്നും കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് എല്ലാ ടേംസിനെയും ഒരേ സൈഡിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അതായത് ഈ 2y ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, മൈനസ് 4 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 3x ഇവിടെ ഓൾറെഡി ഉണ്ട്, പ്ലസ് 2y പുറത്തേക്ക് വരുന്ന സമയത്ത് മൈനസ് 2y ആകും. ഇവിടെ മൈനസ് 3 ഓൾറെഡി ഉണ്ട്, ഇതിൻ്റെ അടുത്തേക്ക് ഈ മൈനസ് 4 വരുന്ന സമയത്ത് പ്ലസ് 4 ആയിട്ട് മാറും വിച്ച് ഈസ് ഈക്വൽ ടു, എല്ലാ ടേമുകളും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 0 മാത്രമല്ലേ ഉണ്ടാകുള്ളൂ. ഇനി ഇതിനെ ഞാൻ 3x മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു ലൈനിലുള്ള രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ കാണുന്ന രീതി ഇതാണ്. ഇനി നിങ്ങളോട് അപ്പോൾ 2 points ഓൺ ദ ലൈൻ ആർ ഗിവൺ എന്നുള്ള കേസാണ് ഇവിടെ. ഇനി രണ്ടാമതൊരു സ്റ്റാൻഡേർഡ് കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് കേസ് എന്താ? എ പോയിന്റ് ഓൺ ദ ലൈൻ ആൻഡ് ഇറ്റ്സ് സ്ലോപ്സ് ആർ ഗിവൺ. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ആൻഡ് സ്ലോപ്പ് ആർ ഗിവൺ. ഇതാണ് രണ്ടാമത്തെ കേസ്. ഈ രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കാണാൻ നിങ്ങളോട് ചോദിച്ചു എന്ന് കരുതിക്കോ. അതായത് ഒരു ലൈൻ ഉണ്ട്, ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു എക്സാമ്പിൾ, ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 1, 3 ആ ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങളോട് കാണാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ലൈനിൽ മാറാതെ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ടേം സ്ലോപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് തമ്മിലും ആ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 2 കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ ഞാൻ ഒരു ജനറൽ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യണം. ഞാനിവിടെ കൺസിഡർ ചെയ്ത ജനറൽ പോയിന്റാണ് x, y. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യം സ്ലോപ്പ് ഈസിക്കൽ ടു 2. ഇനി സ്ലോപ്പ് മാറാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനേക്കാളും സിമ്പിൾ ആവുകയാണോ ടഫ് ആവുകയാണോ ചെയ്തത്? സിമ്പിൾ ആവുകയാണ് ചെയ്തത്. കാരണം നേരത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് കാണണമായിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സ്ലോപ്പ് 2 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ലോപ്പ് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്ലോപ്പ് 2. അതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആവുക ചെയ്തത്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ ജനറൽ പോയിന്റും ഈ ഫസ്റ്റ് പോയിന്റും തമ്മിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അപ്ലൈ ചെയ്താലും 2 കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ y മൈനസ് 3 ബൈ x മൈനസ് 1 ഈസിക്കൽ ടു 2 എന്ന് ഞാൻ എഴുതി. ഇനി ബൈ x മൈനസ് 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇൻറ്റു x മൈനസ് 1 ആകും. ദാറ്റ് ഈസ് y മൈനസ് 3 ഈസിക്കൽ ടു 2 ഇൻറ്റു x മൈനസ് 1 എന്ന് കിട്ടും. ഇനി 2നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ
y മൈനസ് 3 ഇസിക്കൽ ടു 2x മൈനസ് 2 എന്ന് കിട്ടും. ഇനി എല്ലാ ടേംസിനെയും ഞാൻ അപ്പുറത്തേക്കും കൊണ്ടുപോയി ആ സമയത്ത് 2x പ്ലസ് y എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് y ആയിട്ട് മാറും. ഇനി മൈനസ് 2 മൈനസ് 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 3 ആയിട്ട് മാറും, വിച്ച് ഈസ് ഇക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ബിക്കം 2x മൈനസ് y പ്ലസ് 1 ഈസ് ഇക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കാണുക. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ രണ്ട് കേസിലെ ഇക്വേഷൻ കാണാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ ആ ലൈനിലുള്ള രണ്ട് പോയിന്റ് തരണം, അല്ലെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പും അതിലുള്ള ഒരു പോയിന്റും തരണം. ഈ രണ്ട് കേസിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കാണാൻ സാധിക്കുള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും മാത്രമാണ് ഈ ചാപ്റ്ററിൽ, സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ ആകെ മനസ്സിലാക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാ പ്രോബ്ലംസും ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ സ്ലോപ്പും ഒരു പോയിന്റും ഉണ്ടെങ്കിൽ ഇക്വേഷൻ കാണാൻ കഴിയും എന്നുള്ള കാര്യം 100% ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനും കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഈ രണ്ട് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഏത് കടുകട്ടി ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നല്ല നല്ല ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക, ഇതിൻ്റെതായിട്ട് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പ്ലസ് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്ലസ് 1 സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ച് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഒരു എക്സാമ്പിളും കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പിക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളോട് പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കാണണം. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 3 മൈനസ് 2 അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡാറ്റാസാണ് നിങ്ങൾക്ക് തന്നത്, ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷനും അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങളോട് കാണാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ഒന്നുകിൽ രണ്ട് പോയിന്റ് അറിയണം, അല്ലെങ്കിൽ ഒരു പോയിന്റും സ്ലോപ്പും അറിയണ്ടേ. പക്ഷെ ഇവിടെ സ്ലോപ്പ് തന്നിട്ടില്ല, ഒരു പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ആ സ്ലോപ്പ് തന്നിട്ടില്ലെങ്കിലും ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, അത് സ്ലോപ്പ് നിങ്ങൾ കണ്ടെത്തണം. ആ സ്ലോപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്ന പോയിന്റാണ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ടാൻ തീറ്റ, ദാറ്റ് ഈസ് ടാൻ 30 ഡിഗ്രി എന്നാണ് വരിക. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3 അല്ലേ. അപ്പോൾ ഇതാണ് സ്ലോപ്പ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ടഫാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഡയറക്റ്റായി തരുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് അത് കാണാനുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ആ ലൈനിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് കിട്ടി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് 1/√3 ആണ്. പിന്നെ അത് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് 3 മൈനസ് 2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ് നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, സ്ലോപ്പ് ഇസിക്കൽ ടു 1/√3. ഞാൻ ജനറൽ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഒരു ജനറൽ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, എക്സ് കോമ വൈ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ y2 മൈനസ് y1/x2 മൈനസ് x1 അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് 1/√3 എന്നുള്ള ഒരു ആൻസറേ കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ y2 മൈനസ് y1 അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് y മൈനസ് -2/x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ x മൈനസ് 3 ഈസിക്കൽ ടു 1/√3. അതായത് -2 ബിക്കം +2 ആകും. ദാറ്റ് ഈസ് y പ്ലസ് 2/x മൈനസ് 3 ഈസിക്കൽ ടു 1/√3 എന്ന് വരും. ഈ √3 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ √3 ആവും. x മൈനസ് 3 അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 3 ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ √3 × y പ്ലസ് 2 ഈസിക്കൽ ടു 1 × x മൈനസ് 3 എന്ന് എഴുതാം. ഈ √3നെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ √3y പ്ലസ് √3 × 2 ബിക്കം 2√3 ഈസിക്കൽ ടു x മൈനസ് 3 എന്ന് വരും.
ഇനി എല്ലാ ടേമിനെയും ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എക്സ് പ്ലസ് √3y അപ്പുറത്തേക്ക് പോകുമ്പോൾ -√3y എന്ന് കിട്ടും. ഇനി -3 പ്ലസ് 2√3 അങ്ങോട്ട് പോകുമ്പോൾ -2√3 = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ax പ്ലസ് by പ്ലസ് c = 0. അതായത് എക്സിൻ്റെ ടേം, വൈൻ്റെ ടേം, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം. ഇതുള്ള ഒരു ഇക്വേഷനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്താൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വേറെ രൂപത്തിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലോപ്പ് തരുന്നതിന് പകരം ഇൻക്ലിനേഷൻ തന്നു. ഇനി ഒരു ലൈന് പാസ് ചെയ്യുന്ന 2 പോയിന്റ് തരുന്നതിന് പകരം വേണമെങ്കിൽ എങ്ങനെ പറയാമെന്നറിയോ? അതിലുള്ള ഒരു പോയിന്റ് തരും, എന്നിട്ട് മറ്റേ പോയിന്റ് തരുന്നതിന് പകരം നിങ്ങളോട് പറയും വേറെ 2 പോയിന്റുകളുണ്ട്, ആ 2 പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങളോട് ചിലപ്പം കാണാൻ ചോദിക്കാം. ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിൾസിൻ്റെ കോർഡിനേറ്റ്സ് 1 2 ഇവിടെ -3 -6 ഇത് 7 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി മീഡിയൻ ത്രൂ എ. മീഡിയൻ ത്രൂ എയുടെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു. എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം എയിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ഉണ്ടല്ലോ, ഈ ബി സിയുടെ മിഡ് പോയിന്റ് ഡി, ഈ ഡിയിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് മീഡിയൻ ത്രൂ എ. അങ്ങനെയാണെങ്കിൽ ഈ മീഡിയൻ്റെ ഇക്വേഷൻ കാണണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ തന്നെയല്ലേ, ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറയണത്. പക്ഷേ ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ എന്തറിയണം? 2 പോയിന്റ് അറിയണം. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് അറിയുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് കാണാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതിൽ അതായത് x1 + x2/2 y1 + y2/2 ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിയുടെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ്സ് തന്നിട്ടില്ലെങ്കിൽ ആ രണ്ടാമത്തെ പോയിന്റ് കാണാനുള്ള ഒരു ഡാറ്റ അവിടെ തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം -3 + 7/2 -6 + 1/2 ഈ രീതിയിൽ ചെയ്യാം. അതായത് -3 + 7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4/2 എന്ന് പറഞ്ഞാൽ 2, -6 + 1 എന്ന് പറഞ്ഞാൽ 5/2 എന്നാണ് ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ AD എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ അത് ഏത് മോഡലായി? സാധാരണ ഒരു ക്വസ്റ്റ്യൻ മോഡലായില്ലേ? ഒരു ഇതിന് ഞാനൊന്ന് ഇൻക്ലൈൻ ചെയ്ത് വരച്ചിട്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് വരച്ചാലും കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ സ്ലോപ്പ് കാണാം. ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1/x2 - x1 പ്രകാരം കണ്ടാൽ 2 - 5/2 1 - 2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2 × 2 4 - 5/2 all divided by -1. 4 - 5 എന്ന് പറഞ്ഞാൽ അത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ -1/2 ഡിവൈഡഡ് ബൈ -1 ഫൈനൽ ആൻസർ ബിക്കം 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു ലൈനിൽ മാറാതെ കിടക്കുന്ന ടേം സ്ലോപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്താണ്? അതിലുള്ള ഒരു ജനറൽ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇതിലുള്ള ജനറൽ പോയിന്റ് ആണ് x, y എങ്കിൽ ഇത് തമ്മിൽ ഏത് പോയിന്റിൻ്റെ സ്ലോപ്പ് കണ്ടാലും 1/2 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ സാധാരണ ഇതും വേണമെങ്കിൽ y2 - y1/x2 - x1 കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാം. ഞാൻ ഈ xyയും 1 2 കൺസിഡർ ചെയ്യാണ്. കാരണം എന്താണ്? കാൽക്കുലേഷൻ സിമ്പിൾ ആകാൻ വേണ്ടിയിട്ട്. അതായത് ഈ പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു റാഷണൽ ഫോം വരും, ഫ്രാക്ഷൻ വരൂലേ, ആ ഫ്രാക്ഷൻ വരാതെ പെട്ടെന്ന് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ xyയും 1 2 തമ്മിൽ ഞാൻ കൺസിഡർ ചെയ്താൽ എന്ത് വരും? x1 y1 ആയിട്ട് 1 2നെയും x2 y2 ആയിട്ട് ഞാൻ xyനെയും കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന y - 2/x - 1 = 1/2. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2 × y - 2 =
1 ഇൻറ്റു എക്സ് മൈനസ് 1. ആ 2നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 2y മൈനസ് 4 ഇസിക്കൽ ടു എക്സ് മൈനസ് 1. എല്ലാ ടേമിനെയും അപ്പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് എക്സ് മൈനസ് 2y മൈനസ് 1 പ്ലസ് 4 ഇസിക്കൽ ടു 0. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം എക്സ് മൈനസ് 2y പ്ലസ് 3 ഇസിക്കൽ ടു 0. ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അതായത് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നു. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ചെയ്ത പ്രോബ്ലംസൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള വേറെ പല ടെക്നിക്കുകളും നിങ്ങൾ +1 പരിചയപ്പെടും. അപ്പോൾ ഇതിനേക്കാളും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +1 ഒരു ലെങ്തി ചാപ്റ്റർ ആണെങ്കിലും അതിൽ ഇത്രയും വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. ഒരു ലെങ്തി ചാപ്റ്റേഴ്സ് തന്നെ, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെ +1 ഇത്രയും സിമ്പിളാണ്. അതുകൊണ്ട് ബാക്കി നമുക്ക് +1 പരിചയം.